നമസ്കാരം. ഫിലിപ്പ് വൈലി എന്ന സിദ്ധനായ അമേരിക്കൻ സാഹിത്യകാരൻ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ അമേരിക്കൻ സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരു ഉദ്ധരണി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വൺ ഗുഡ് ടീച്ചർ ഇൻ എ ലൈഫ് ടൈം മേ സംടൈംസ് ചേഞ്ച് എ ഡെലിൻക്വന്റ് ഇൻ ടു എ സോളിഡ് സിറ്റിസൺ. ഒരു നല്ല ടീച്ചർക്ക് ചിലപ്പോൾ തൻ്റെ ജീവിത കാലയളവിൽ അല്ലെങ്കിൽ തൻ്റെ കരിയറിൽ ഒരു ബാലകുറ്റവാളിയെ പക്വതയുള്ള പൗരനാക്കി മാറ്റാൻ കഴിഞ്ഞേക്കാം. വളരെ പേടിച്ച് പറയും പോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ കരിയറിൽ ഒരാളെയെങ്കിലും, ഒരു ബാലകുറ്റവാളിയെയെങ്കിലും ഉത്തമ പൗരനാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ആ അധ്യാപനം ധന്യമായി എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി. പക്ഷേ ഈശോ പറഞ്ഞ ധൂർത്തപുത്രൻ്റെ കഥ തുടങ്ങിയ കഥകൾ, ഈ മനഃശാസ്ത്രപരമായ സമീപനത്തോടു കൂടി പറയപ്പെട്ട കഥകളുണ്ടല്ലോ, അത്തരം കഥകളെ മുൻനിർത്തി നമുക്ക് പറയാനാകും ഒരു ബാലകുറ്റവാളിയെയല്ല ഒട്ടേറെ പേരെ തിരിച്ച് ഉത്തമ പൗരന്മാരാക്കി മാറ്റാൻ സാധിച്ചേക്കുമെന്ന്. അതെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോ പറഞ്ഞ ധൂർത്തപുത്രൻ്റെ കഥ, അത് വരുന്ന സർഗമാണല്ലോ. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. PC ദേവസ്യ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും മിത്രവും എൻ്റെ മാന്യ സുഹൃത്തും സംസ്കൃത അധ്യാപകനും മറ്റുമായ സണ്ണി ഗുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ അതുല്യ എത്തിയിട്ടുണ്ട്. അതുല്യ രാജേഷ് എന്ന 10ാം തരം വിദ്യാർത്ഥിയെ ഈ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ദുർവ്യയിനഃ സുതസ്യ കഥയാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് തുടങ്ങി വെച്ചു. ഇളയ മകൻ വന്ന് പിതാവിനോട് സ്വത്തിൻ്റെ ഓഹരി ആവശ്യപ്പെടുന്നു. മകൻ അനുഭവത്തിലൂടെ പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാവും മറുത്തൊന്നും പറയാതെ പിതാവ് അത് ഭാഗിച്ചു നൽകിയത്. തുടർന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. സ്വത്ത് കിട്ടിയപ്പോൾ അയാൾ ചെയ്തത് അത് പണമാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ ലിക്വിഡേറ്റ് എന്ന് പറയും, ക്യാഷ് ഇൻ ചെയ്തു എന്നൊക്കെ നമ്മൾ സാമാന്യമായി പറയുമല്ലോ. അതായിരിക്കണം അയാൾ ചെയ്തത്. അപ്പോൾ ആ സ്വത്തൊക്കെ അയാൾ പണമാക്കി മാറ്റി, എന്നിട്ട് അതുകൊണ്ട് അയാൾ ദൂരദേശത്തേക്ക് യാത്രയായി എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. സുതാനുരക്തഃ സ പിതാ കൃപാലുഹു എന്നാരംഭിക്കുന്ന ശ്ലോകം കൂടി നമുക്കൊന്ന് കേൾക്കാം. അതുല്യ നമുക്കായിട്ട് അത് പാടിത്തരും. സുതാനുരക്തഃ സ പിതാ കൃപാലുഃ
തയോ കൃതേ സ്വം വിപഭാജരിക്തം ദിനൈ കനീയാൻ സ്വധനം സമഗ്രം സംഗൃഹ്യ ദേശം ത്വപരം പ്രദസ്ഥേ. അച്ഛാ, ഇതൊന്ന് വിശദമാക്കിയേക്കാം. സുതാനുരക്ത എന്നാണ് അല്ലേ, പുത്രവത്സലനാണ് പിതാവ്. കൃപാലുഹു ദയാലുവാണ്. അങ്ങനെയുള്ള പിതാവ് തയോഹോ കൃതേ സ്വം രിക്തം വിഭഭാജ എന്ന് തൻ്റെ സ്വത്ത് ഇരുവർക്കുമായി വിഭജിച്ചു കൊടുത്തുവെന്ന്. കനിയാൻ തു ഇളയവനാകട്ടെ ദിനേഹി ദിവസങ്ങൾക്കുള്ളിൽ ഇതിനു വേണ്ടി കാത്തിരുന്നുവെന്ന മട്ടില സ്വധനം സംഗ്രഹിയ തൻ്റെ ധനമെല്ലാം ശേഖരിച്ചും കൊണ്ട് അപരം ദേശം പ്രദസ്ഥെ മറുനാട്ടിലേക്ക് യാത്രയായി എന്ന്. തുടർന്ന് ദേവസ്യ സാർ പറയും വിവർത്തനമാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോയി ചീത്ത കൂട്ടുകെട്ടിൽ ഏർപ്പെടുകയും ഈ വേശ്യകളുമായി അയാൾ ഈ ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ പണം അയാൾ തുലച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേര് മുടിയനായ പുത്രൻ എന്നുകൂടി ഉണ്ടല്ലോ. നമുക്ക് ആ പേര് കൂടി നമുക്കിപ്പോൾ ഓർക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ പണമെല്ലാം അയാൾ തുലച്ചു കളയുന്നു. അങ്ങനെ പണമെല്ലാം തുലച്ചു കളയവേ അവിടെ കുനിന്മേൽ കുരു പോലെ ആ രാജ്യത്ത് ക്ഷാമം നേരിടുന്നു എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട് തൊട്ടടുത്തതായിട്ട്. ഈ സഞ്ജാതമസ്മിൻ വിഷയേ തദോഗ്രം ദുർഭിക്ഷമാണല്ലോ ക്ഷാമത്തെ കുറിക്കുന്ന പദം. അതുണ്ടായി എന്ന് പറയുമ്പോൾ അയാൾക്ക് അപ്പോൾ ആ ദേശത്തെ ആളുകൾ തന്നെ മറ്റു ദേശങ്ങളിലേക്ക് കുടിയേറി. അപ്പോൾ അയാൾക്ക് ഒരു ഗതിയും ഉണ്ടായില്ല എന്ന് പ്രത്യേകിച്ച് പറയണമോ എന്ന്. അവിടുത്തെ ആളുകൾക്ക് തന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ആ ക്ഷാമം നിമിത്തം. അപ്പോൾ അവിടെ കുടിയേറി പാർത്ത അയാളുടെ കാര്യം പ്രത്യേകിച്ച് പറയണമോ എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു പന്നിക്കുഴിയിലേക്ക് അയാൾ ചെന്ന് വീഴുകയാണ്. അതാണ് തുടർന്ന് പറയാൻ പോകുന്നത്. സഞ്ജാതമസ്മിൻ എന്നാരംഭിക്കുന്ന ശ്ലോകം ഒന്ന് കേൾക്കാം. സഞ്ജാതമസ്മിൻ വിഷയേ തദോഗ്രം ദുർഭിക്ഷമാരണ്യകൃശാനുകൽപം ക്ഷുധാർദിത ജീവനധാരണാർത്ഥം ദേശാന്തരാണ്യാസു ജനാഃ പ്രചേലുഹു. ഇവിടെ തഥാസ്മിൻ വിഷയെ, ആ രാജ്യത്തിൽ, വിഷയപദത്തിന് രാജ്യമെന്നർത്ഥമുണ്ട്, ദേശമെന്നർത്ഥമുണ്ട്. ആ ദേശത്ത് ആരണ്യ കൃശാനുകൽപ്പം ഉഗ്രം ദുർഭിക്ഷം സഞ്ജാതം എന്ന് പറയുന്നു. അവിടെ ഒരു ക്ഷാമം പടർന്നു പിടിച്ചു. അത് കാട്ടുതീ പോലെ എന്നാണ് വിശേഷണം പറയുന്നത്. ആരണ്യ കൃശാനുകൽപ്പം എന്ന്. കൃശാനു എന്ന പദത്തിന് അഗ്നി എന്നർത്ഥം. ആരണ്യ കൃശാനു അപ്പോൾ കാട്ടുതീയാണ്. കാട്ടുതീ പോലെ, കൽപ്പപദത്തിന് പോലെ എന്നർത്ഥം. ഇത്രയും ഈ വാക്കൊന്നും അല്ലെങ്കിൽ ഈ വിശേഷണമൊന്നും ബൈബിളിൽ ഇല്ല അല്ലേ? കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു, കാട്ടുതീ പോലെയൊന്നുമില്ല. ഇല്ല. ഇത് ഒരു സംഭാവനയാണ് ദേവസ്യ സാറിൻ്റെ. കാട്ടുതീ പോലെ ക്ഷാമം പടർന്നു പിടിച്ചുവെന്ന്. അപ്പോൾ ക്ഷുധാർദിതാഹ ജനാഹ, വിശപ്പ് കൊണ്ട് വലഞ്ഞ ആളുകൾ, ജീവനധാരണാർത്ഥം, പ്രാണനും കൊണ്ടാണ് പോയത്. അപ്പോൾ പ്രാണരക്ഷാർത്ഥം ആശു ദേശാന്തരാണി പ്രചേലുഹു എന്ന വേഗത്തിൽ അന്യദേശങ്ങളിലേക്ക് പ്രയാണം ചെയ്തു. അപ്പോൾ മറ്റൊരു ദേശത്ത് നിന്ന് ഇവിടേക്ക് വന്നയാളുടെ കഥ പറയാനുണ്ടോ എന്ന മട്ടിലാണ്. തുടർന്ന് ദേവസ്യ സാറ് പറയും ദുർവിയയി എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അദ്ദേഹം എവിടെ നിന്ന് എവിടേക്കെത്തി എന്ന് പറയുന്നൊരു ശ്ലോകമാണത്. അവിടെ അയാൾ ഇവർക്ക് നിഷിദ്ധമായ ഈ ജൂതന്മാർക്ക് നിഷിദ്ധമായ പന്നിമേക്കൽ എന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിതനായി, ജീവിക്കുവാൻ വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി പന്നിമേയ്ക്കാൻ നിർബന്ധിതനായി എന്ന് പറയുന്നൊരു ശ്ലോകമാണ് തൊട്ടടുത്തത്. സദുർവ്യയി എന്നാരംഭിക്കുന്ന. അവിടെ ദേവസ്യ സാർ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഗതി വന്നത്? ദുർവ്യയി ആയതുകൊണ്ട്, ധൂർത്തനായതുകൊണ്ട്. ആ വിശേഷണത്തോടു കൂടിയാണ് ശ്ലോകം ആരംഭിക്കുന്നത്. അത് നമുക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ജോലിയായിരുന്നു അവന്. ഫീഡ് ചെയ്യുക. അതിനൊരു വേറൊരു പ്രസക്തിയുണ്ട്. ഈ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് കഴിക്കാൻ ആഗ്രഹിക്കുക, അതുപോലും കിട്ടുന്നില്ല. ദാരിദ്ര്യത്തിന്റെ ആ അധപതനത്തിന്റെ വ്യാപ്തി എത്ര ഭയങ്കരമാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കേൾക്കാൻ വെച്ചാൽ സദുർവ്യയി എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം. സദുർവ്യൈക്ഷുദ്ഭരിതഃ കഥംചിത് ധനാധിപം കംചിതുപേത്യദീനഃ നിയോജിത സൂകരചാരണാർത്ഥം വനസ്ഥലീ പ്രാന്തകൃഷിസ്ഥലേഷു. ഇവിടെ
സൂകര ചാരണാർത്ഥം എന്നാണ് പറയുന്നത്. പന്നികളെ മേയ്ക്കുവാൻ എന്നാണ്. ആ പന്നി മേയ്ക്കലിൽ അച്ഛൻ പറഞ്ഞതുപോലെ അവരെ ഊട്ടുക എന്ന സംഗതിയും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കാം. ആ സദുർവ്യയി എന്നാണ് അയാളെ ദേവസ്യാസാർ മനഃപൂർവ്വമായിട്ട് വിശേഷിപ്പിക്കുന്നത്. ആ ദുർവ്യയശീലൻ, ആ ധൂർത്തൻ എന്ന ക്ഷുദ്ഭരിത, വിശന്നു വലഞ്ഞുകൊണ്ടും ദീനനായി തീർന്നു അയാൾ കഞ്ചിത് ധനാധിപം ഉപേത്തിയ, ഒരു ധനികനെ സമീപിച്ചുകൊണ്ടാണ് ഈ ഒരു ജോലിയിൽ ഏർപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. വനസ്ഥലീ പ്രാന്ത കൃഷിസ്ഥലേഷു എന്നാണ് പറയുന്നത്. ഈ വനപ്രദേശത്തിൻ്റെ അതിർത്തിയിലുള്ള കൃഷിസ്ഥലങ്ങളിലാണത്രേ ഈ പന്നിമേക്കൽ ജോലിയിൽ അയാൾ നിയോഗിച്ചത്. സൂകരചാരണാർത്ഥം നിയോജിത, പന്നികളെ മേയ്ക്കുവാനായിട്ട് അയാൾ നിയുക്തനായി എന്ന് പറയുന്ന ശ്ലോകമാണ്. അപ്പോൾ അവിടെ ചർച്ച ചെയ്തപ്പോൾ അച്ഛനൊരു ശ്ലോകം ചൂണ്ടിക്കാണിക്കുകയുണ്ടായല്ലോ, ആ ഒരു വ്യത്യാസം. അതായത് ഈ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയ ആ ഒരു കുട്ടി ഇന്ന് ഈ പാറപ്പുറത്ത് കിടന്നുറങ്ങേണ്ടി വരുന്നു. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ശ്ലോകമുണ്ട്. അത് ബൈബിളിൽ അത്രത്തോളമൊന്നുമില്ല, ഇല്ലാത്തത്. അതുപോലെ തന്നെ സുഭിക്ഷമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആളിപ്പം വിശന്ന് പൊരികയാണ്. അതെ അതെ അതെ, അത് സാറിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലാണ്. വളരെ മനോഹരമായൊരു കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ ആ ശ്ലോകം നമുക്ക് വിട്ടുപോയി കൂടല്ലോ, അതുകൂടി നമുക്കൊന്ന് നോക്കാം. അത് ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്തൊരു പദ്യമാണെങ്കിൽ പോലും ഒരു സാഹിത്യ ദൃഷ്ടിയ ഈ ശ്ലോകം വളരെ പ്രസക്തമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ശ്ലോകം, അതായത് വീട്ടിൽ പട്ടുമെത്തമേല് കിടന്നുറങ്ങിയിരുന്ന അയാൾ ആ ശോച്യാവസ്ഥയെ നല്ല ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ്. ആ കോൺട്രാസ്റ്റിലൂടെ, ആ ഒരു വ്യത്യാസത്തിലൂടെ. അതെ, ഈ സുഹൃത്തുക്കൾ ഒത്ത് കഴിഞ്ഞിരുന്നയാളെന്ന് പന്നികളൊത്താണ് കഴിയുന്നത്. സുഹൃത്തുക്കളൊത്ത് കഴിഞ്ഞിരുന്നയാളെന്ന് പന്നികളൊത്ത് ആണ് കഴിയുന്നത്. അന്ന് സുഹൃത്തുക്കളായിരുന്നു കൂട്ടിന്, ഇന്ന് കൂട്ടിന് പന്നികളെ ഉള്ളൂവെന്ന്. അപ്പോൾ അങ്ങനെ എന്തൊരു അന്തരമാണ് എന്ന് മുമ്പിൽ വരച്ച് കാട്ടുകയാണ് ഒരു ചിത്രം. നമുക്ക് ആ ശ്ലോകം ഒന്ന് കേൾക്കാം. അശേത യസ് സത്മനി എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകമാണ്. അശേതയ സത്മനി കൗശതൽപേ തസ്യാഭവത് പ്രസ്തര ഏവ ശയ്യാ സുഹൃജ്ജനാ സേവ്യധനാഢ്യസൂനോഃ സഖിത്വമശ്രീകരസൂകരൈശ്ച. അത് എത്ര മനോഹരമായൊരു പദ്യമാണെന്ന് നോക്കുവെച്ച. യഹ, ഏതൊരുവൻ സ്വസത്മനി, തൻ്റെ വീട്ടിൽ, ആ വീട്ടിൻ്റെ സുരക്ഷിതത്വത്തിൽ എന്നർത്ഥം അല്ലേ. കൗശതൽപേ അശേത, പട്ടുമെത്തവയിൽ കിടന്നുറങ്ങിയോ. തസ്യ, അവന് പ്രസ്തരയേവ ശയ്യാഭവത്ത്, പാറപ്പുറമായി തീർന്നു ശയ്യ എന്ന്. സുഹൃജനാസേവ്യ ധനാഢ്യ സൂനോ, സുഹൃത് സംഘത്താൽ സേവിക്കപ്പെട്ട ആ ധനാഢ്യൻ്റെ മകന്, അച്ഛൻ ഒരു പണക്കാരനാണ്, ഈ ധനികനാണ്. അപ്പോൾ ആ ധനികൻ്റെ മകന് ഇന്ന് അശ്രീകര സൂകരൈ സഹ സഖിത്വം അഭവത്ത് എന്ന്, ഇന്ന് ചങ്ങാതിമാരായി ലഭിച്ചത് വൃത്തികെട്ട പന്നികളെയാണ്. ആ ഒരു അന്തരം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് വല്ലാതെ വന്ന് തറയ്ക്കുമല്ലോ അയാളുടെ മനസ്സിലും വായനക്കാരുടെ മനസ്സിലും. ആ ഒരു അന്തരം നോക്കൂ എന്നാണ് ദേവസ്യ സാർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറയുണ്ടായി, സാറ് ആദ്യം എഴുതിയിട്ട് ജി ശങ്കരക്കുറുപ്പിനെ കൊണ്ടേ കാണിച്ചപ്പം ഇതിൻ്റെ കാളിദാസ ഛായ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ്, നല്ല ഉദാഹരണമാണ് സാർ എങ്ങനെയാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ കൈകാര്യം ചെയ്തത്. അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കൂട്ടിച്ചേർക്കലുകൾ, അതുപോലെ മനോഹരമായ ഉപമയും നമ്മൾ അതിൻ്റെ അകത്ത് പിന്നീട് കാണുന്നുണ്ട്. അപ്പോൾ അടുത്തത് കൂടി നോക്കാം വെച്ചാൽ, ഇവിടെ വീണ്ടും ഒരു ശ്ലോകം അദ്ദേഹം ആ ഒരു തത്വം പറയുന്നുണ്ട്. അതായത് പണമില്ലാത്തവന് സുഹൃത്തുമില്ല, വിനഷ്ട വിത്തോഹി വിനഷ്ട മിത്ര എന്ന് പറയുന്നത് അതൊരു താൽക്കാലികമായ ഒരു പറച്ചിലായിരിക്കാം. കാരണം സുഹൃത്തുക്കളൊന്നും പണം മോഹിച്ചല്ലോ വരിക. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇവിടെ ആ ശ്ലോകം കൂടി നമുക്കൊന്ന് കേൾക്കാം. അതായത് പന്നികൾക്ക് വെച്ച ആഹാരം അതുപോലും താൻ കഴിക്കാൻ തയ്യാറായി, അതുപോലും തനിക്ക് ലഭിച്ചില്ല. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പോൾ യേഷ ഭോജ്യേരപി സൂകരാണാം എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം കൂടി നമുക്കൊന്ന് കേൾക്കാം. യേഷ ഭോജ്യൈരപി സൂകരാണാം നിജോദരം പൂരയിതും യുവാസൗ ന കോപി തസ്മൈ അദദാതു ഭോജ്യം വിനഷ്ടവിത്തോ ഹി വിനഷ്ടമിത്രഃ. ഇവിടെ നോക്കൂ, അസൗ യുവ, അയാൾ ചെറുപ്പക്കാരനാണ്. അയാളെ അസൗ യുവ എന്നാണ് വിളിക്കുന്നത്. യുവാവ് സൂകരാണാം ഭോജ്യേഹി അപ്പി നിജോദരം പൂരയിതും യേഷ.
പന്നികൾക്കുള്ള ആഹാരം കൊണ്ടുപോലും തൻ്റെ വയർ നിറയ്ക്കാൻ ആശിച്ചുവത്രേ. പക്ഷേ തസ്മൈ കോപി ഭോജ്യം ന അതതാത്, പക്ഷേ അയാൾക്ക് ആരും ആ ഭക്ഷണം പോലും നൽകിയില്ല എന്ന്. പിന്നെ അദ്ദേഹം ഉപസംഹരിക്കുന്നത് ഒരു തത്വം പറഞ്ഞുകൊണ്ടാണ് ദേവസ്യാസാറ്, വിനഷ്ട വിത്തോഹി വിനഷ്ട മിത്രഹ എന്ന്. ഈ പണം നഷ്ടപ്പെട്ടവന് സുഹൃത്തുക്കളെയും നഷ്ടപ്പെടുമല്ലോ എന്ന്. അപ്പോൾ ഈ പക്ഷേ യഥാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെയല്ല എന്നുകൂടി നമുക്ക് ഓർക്കാം. പക്ഷേ സാധാരണ അങ്ങനെയാണല്ലോ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ഈ ഒരു ശ്ലോകം ഉപസംഹരിക്കുന്നത്. അത് ഈ ഭാരതീയ സുഭാഷിതങ്ങളെ ഗണത്തിൽപ്പെടുത്താവുന്ന രീതിയിലാണ്. അതെ അതെ, ആ ഒരു വരി അല്ലേ, വിനഷ്ട വിത്തോഹി വിനഷ്ട മിത്രഹ. ഈ ചിലരുടെ സംഗതിയിലെങ്കിലും ചിലരുടെ കാര്യത്തിലെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ലോകതത്വമാണ് അതെ. അപ്പോഴാണ് അയാൾക്ക് ഒരു ബോധോദയം ഉണ്ടാകുന്നത്. തൻ്റെ വീട്ടിലെ തൻ്റെ പിതാവിൻ്റെ ഈ ഭൃത്യന്മാരുണ്ടല്ലോ, സേവകന്മാരുണ്ടല്ലോ, അവർക്ക് പോലും നല്ല നല്ല ഭക്ഷണമുണ്ട്, തനിക്ക് അവരിൽ ഒരാളായാൽ മതി എന്നിടത്തോളം അയാൾ ചിന്തിക്കുകയാണ്. അതാണ് അടുത്തത് വരുന്നത്, ഭവന്തി ഗേഹേ കതിവാ ഭുജിഷ്യാഹ എന്ന് പറയുന്നത്. ഒരു അസൂയയോട് കൂടിയാണ് അയാൾ നോക്കിക്കാണുന്നത് അല്ലേ. അയാൾ തൻ്റെ സഹോദരനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, തൻ്റെ സഹോദരൻ വീട്ടിൽ സുഖമായി കഴിയുന്നുണ്ടല്ലോ എന്നല്ല, അതുപോലുമല്ല, തൻ്റെ പിതാവിൻ്റെ സേവകനായി തീർന്നാൽ മതി, കാരണം ആ സേവകർക്ക് പോലും എന്തിൻ്റെ കുറവാണ്, അവർ വളരെ സുഖപ്രദമായി ജീവിക്കുന്നുണ്ടല്ലോ, തനിക്ക് അവരിൽ ഒരാളായാൽ മതി എന്ന് അയാൾ അത് ഒരു അസൂയയോട് കൂടി നോക്കിക്കാണുന്നത് സേവകന്മാരെയാണ്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുണ്ട് ഈ കഥയ്ക്കല്ലേ. പണ്ട് സേവകന്മാർ അസൂയപ്പെട്ടിരുന്നു, അതെ, യുവാവിനെ കണ്ട്. നേരെ മറിച്ചായി എന്നതാണ്. നോക്കൂ, അപ്പോൾ ഒരാളുടെ ഒരു അധപ്പതന സമയത്ത് അയാൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചു പോകും. തൻ്റെ പിതാവിൻ്റെ സേവകനായാൽ മതി എന്നിടത്തോളം അയാൾ ചിന്തിക്കുന്നു എന്നാണ്. നോക്കൂ, അതുകൂടി ഒന്ന് ആലപിച്ചു കേൾക്കാം. ഭവന്തി ഗേഹേ കതിവാ ഭുജിഷ്യാഹ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഭവന്തി ഗേഹേ കതിവാ ഭുജിഷ്യാഹ പിതുശ്ചിരാത് വൈതനികാശ്ചരന്തഃ അപൂപലാഭാൻ മുദമാപ്നുവന്തി നശ്യാമഹം തുക്ഷുധയാത്രധിന്മാം. നോക്കൂ, ഇവിടെ ഈ അപ്പം കിട്ടുന്നത് കൊണ്ട് മാത്രം അവർ സന്തുഷ്ടരാണ്, പക്ഷേ ഞാനാകട്ടെ ഇവിടെ വിശപ്പ് കൊണ്ട് നശിക്കുകയും ചെയ്യുന്നുവെന്ന് ആ ഒരു അന്തരം അയാൾ ഓർക്കുകയാണ്. തുടർന്ന് നോക്കൂ, തുടർന്നുള്ളത് വളരെ ഏറ്റവും ആകർഷിച്ചൊരു ഒരു ശ്ലോകമാണ്, ഒരു സംഗതിയാണ്. എന്നെ മാത്രമല്ല ഏത് വായനക്കാരനെയും ആകർഷിക്കുമല്ലോ. അയാൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അയാൾ ഒരു റിഹേഴ്സൽ നടത്തുകയാണ്. വീട്ടിൽ ചെന്ന് പിതാവിനോട് എന്താണ് സംസാരിക്കേണ്ടത്. എത്ര മനോഹരമായൊരു കാഴ്ചപ്പാടാണ് ഇത്. പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇത്തരം ഭാഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പേജ് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ചെറുതാക്കാൻ സംഗ്രഹിക്കാനായിട്ട് പ്രിസി റൈറ്റിംഗ് എന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, ഈ കഥയുടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇത് എഴുതുന്ന കുട്ടി ഈ ഭാഗം ഒഴിവാക്കും. കാരണം ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കഥയെ നശിപ്പിച്ചു എന്ന് വേണം കരുതാൻ. കാരണം എത്ര മനഃശാസ്ത്രപരമായ സമീപനത്തോടു കൂടിയാണ് ഈശോ ഇത് പറയുന്നത്. അയാൾ തൻ്റെ ആ ഒരു ദുരവസ്ഥയിൽ വീട്ടിൽ ചെന്ന് പിതാവെന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം പിതാവാണ്. ആ പിതാവിനോട് താൻ എന്താണ്, സാധാരണ നമ്മൾ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ സംസാരിക്കണം, ഒരു അപരിചിതനോട് നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് ഒരു റിഹേഴ്സലൊക്കെ നമ്മൾ എടുത്തു പോകും, സ്വാഭാവികമാണ്. പക്ഷെ തൻ്റെ പിതാവിനോട്, കാരണം അത്രത്തോളം അവർ അകന്നു കഴിഞ്ഞു മാനസികമായിട്ട്. പിതാവ് അകന്നിട്ടില്ല, മകൻ അകന്നു കഴിഞ്ഞു. അപ്പോൾ ആ മനസ്സിലെ അകൽച്ച കൊണ്ടാണ് അയാൾ ചിന്തിക്കുന്നത് പിതാവിനോട് എന്തു പറയണമെന്ന് മുൻകൂട്ടി പറഞ്ഞു നോക്കുകയാണ്. നോക്കൂ, ആ ഒരു മകൻ്റെ ഒരു ഗതികേടാണ്. പക്ഷെ പിതാവിൻ്റെ പ്രതികരണം അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു മകനെ. അതാണ് പിന്നീട് വരുന്ന ഭാഗമാണ്. മാത്രമല്ല ഇവിടുത്തെ നമ്മുടെ ഈ ധൂർത്തുപുത്രൻ്റെ വികാര തീവ്രത അതിനകത്ത് കാണും. നമുക്കൊരു സങ്കടം വന്നാൽ ആ സങ്കടത്തിൻ്റെ ചിന്ത 100 പ്രാവശ്യം നമ്മൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇന്ന ഡയലോഗ് എന്നുള്ളത് 100 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അതുപോലെ സന്തോഷത്തിൻ്റെ ആണെങ്കിലും ആ സന്തോഷത്തിൻ്റെ ചിന്ത പല പ്രാവശ്യം നമ്മുടെ മനസ്സിൽ വരും. എന്ന് പറഞ്ഞതുപോലെ
അവൻ്റെ അത്രമാത്രം അവന് തകർന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അത് ഉയർത്തെഴുന്നേൽക്കാനുള്ള ചിന്തകൾ, പശ്ചാത്താപമൊക്കെ ദ്യോതിപ്പിക്കുന്ന അപ്പോൾ ആ ഒരു അകൽച്ച ആ ഒരു ഉണർവുള്ളത് കൊണ്ടായിരിക്കും തൻ്റെ പിതാവിനോട് പോലും താൻ ഇനി എന്തൊക്കെ പറയണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. പക്ഷേ താൻ പിതാവിൽ നിന്ന് അകന്നാലും പിതാവ് തന്നിൽ നിന്ന് ഒരിക്കലും അകന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വികാരം എത്രത്തോളം അത് ഒരു അനിർവചനീയമായ വികാരമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ബൈബിളിൽ പറയുന്നില്ല, പക്ഷേ നമുക്കത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിതാവ് അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്യുന്നു, ഒക്കെ ഇനി വരാൻ പോകുന്ന സംഗതികളാണ്. ഇവിടെ വാസ്തവത്തിൽ ധൂർത്തപുത്രന്റെ വികാരം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ സാറ് പറഞ്ഞ പോലെ പരമാവധി ആവർത്തിക്കുന്നത് അവന്റെ അനുതാപമാണ് കാണിക്കുന്നത്, പശ്ചാത്താപമാണ് കാണിക്കുന്നത്. ഇവിടെയാണ് അയാൾ പശ്ചാത്തപിക്കുന്നത്. അവിടെയാണ്. മറ്റേത് അസൂയയാണ്. അതായത് തൻ്റെ ഈ പിതാവിൻ്റെ വീട്ടിലെ ഈ ഭൃത്യന്മാർ, സേവകന്മാർ അവർ സുഖപ്രദമായി കഴിയുന്നുണ്ടല്ലോ, അതൊരു തരം അസൂയ കൂടിയാണ്. ഇവിടെയാണ് അച്ഛൻ പറഞ്ഞതുപോലെ പശ്ചാത്താപത്തിൻ്റെ ആരംഭം വരുന്നത്. അത് നമുക്ക് ആ ശ്ലോകം കൂടി ഒന്ന് കേൾക്കാം. ഞാൻ എന്തൊക്കെയാണ് അവിടെ ചെന്ന് പറയേണ്ടത്? സ്വയം ഒരു റിഹേഴ്സലാണ് അയാൾ ചെയ്യുന്നത്. അഹം തു ഗത്വാ പിതരം സമേത്യ എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകം വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. ഒരു വിവർത്തകൻ്റെ വേഷമാണ് ഇവിടെ ദേവസ്യാസാർ കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കവിയുടെ ഭാവം കൂടി അദ്ദേഹം കിട്ടും. അപ്പോഴാണ് അദ്ദേഹത്തിന് വിനഷ്ട വിനഷ്ടമിത്ര എന്നൊക്കെ എഴുതാൻ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് സാറ് വികാരങ്ങളെ വളരെ വളരെ പക്വമായ രീതിയിലാണ് സാറിന് ഇതിനേക്കാൾ വികാരം ഉണ്ടായേക്കാണ്, പക്ഷെ അത് അവിടെ പ്രകടിപ്പിച്ചിട്ടില്ല. അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതാണ് സാറിന്റെ ആ ഒരു പക്വത കാണിക്കുന്നത്, കവിയുടെ തീർച്ചയായും. നമുക്കിത് കൂടി ഒന്ന് കേൾക്കാം. അഹം തു ഗത്വാ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം. അഹം തു ഗത്വാ പിതരം സമേത്യ നത്വാ വദിഷ്യാമി പിതഃ പ്രസീദാ വിഭോർവിരുദ്ധം ഭവതഃ സമക്ഷം കൃതം മയാ പാപമതീവ ഘോരം. അപ്പോൾ അയാളൊരു കാഴ്ച മുമ്പിൽ കാണുകയാണ്. താൻ അച്ഛനെ കാണുമ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, പിതാവിനെ കാണുമ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്. അയാൾ പറയുന്നു, അഹം തു ഗത്വാ, ഞാനാകട്ടെ ചെന്നിട്ട്. അഹം തു ഗത്വാ, ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പോയി പിതരം സമേത്യ, പിതാവിൻ്റെ അടുക്കലെത്തിയിട്ട് നത്തുവ വണങ്ങിക്കൊണ്ട്, താണു വണങ്ങിക്കൊണ്ട് ഞാൻ പറയും, അച്ഛാ പ്രസീത കനിഞ്ഞാലുമെന്ന്. കനിവുണ്ടാകണേ, പ്രസീത പ്രസാദിച്ചാലും കനിവുണ്ടാകണേ എന്നാണ് അതിൻ്റെ മലയാളമല്ലേ. വിഭോഹോ വിരുദ്ധം ഭവതഃ സമക്ഷം, ദൈവത്തിനെതിരായും അങ്ങേക്കെതിരായും അങ്ങയുടെ മുന്നിലും മയാ അതീവ ഘോരം പാപം കൃതം, ഞാൻ ഏറ്റവും ഘോരമായ പാപമാണ് ഞാൻ ചെയ്തു കൂട്ടിയത് എന്ന് ഞാൻ പിതാവിനോട് ചെന്ന് സ്വയം പറയും, കുമ്പസരിക്കുമെന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ക്രൈസ്ത്യാനികളുടെ കുമ്പസാരത്തിൻ്റെ അടിത്തറ അതിൻ്റെ തുടക്കം ഓമയാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു കുമ്പസാരത്തിൻ്റെ പല ഘട്ടങ്ങൾ, മനുഷ്യൻ ഭാവിയെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നു, പാപം ചെയ്യുന്നു, അതിൽ നിന്ന് അനുദപിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ് കുമ്പസാരത്തിൻ്റെ തന്നെ. ഏറ്റുപറച്ചിലൊക്കെ എൻ്റെ ഒരു ഭാഗമാണല്ലോ. ഏറ്റുപറച്ചിൽ മനസ്സിൽ മാത്രമല്ലല്ലോ പറയുന്നത്, പിതാവിനോട് പറയുന്നുണ്ട്. അത് മനസ്സിൽ മാത്രമല്ല, കുമ്പസാരത്തിൻ്റെ എല്ലാ പടികളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ഒരു റിഹേഴ്സൽ കഴിഞ്ഞില്ല, ഒരു ശ്ലോകം കൂടി കഴിഞ്ഞാലേ റിഹേഴ്സൽ പൂർത്തിയാവുള്ളൂ. അതുകൂടി നമുക്ക് നോക്കാം. ന യുജ്യത്തെ താത എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം കൂടി നമുക്ക് നോക്കാം. ന യുജ്യതേ താത തവാത്മജത്വം മയി ഗ്രഹീതും തവ ദാസവന്മാം ഗൃഹേ ഭവാനദ്യ കൃപാം കരോതു തമർത്ഥയിഷ്യേ പിതരം യഥാഹം. പച്ചാ നോക്കൂ, ഇതുകൂടി കഴിഞ്ഞാലേ ആ ഒരു സംഭാഷണം, ഈ സ്വയം ഒരു റിഹേഴ്സൽ പൂർത്തിയാവുകയുള്ളൂ. അയാൾ പറയും, താൻ പറയുമെന്ന് എന്ന് ഓർത്തുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. താത, അച്ഛ എന്ന പിതാവെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. ന യുജ്യത്തെ, ഇണങ്ങുകയില്ല. തവ ആത്മജത്വം മയി, അങ്ങയുടെ മകൻ എന്ന നില എനിക്കിണങ്ങുകയില്ല. ഇനി എനിക്ക് ആ നില ഇണങ്ങുകയില്ല, ആ ഒരു യോഗ്യത എനിക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അങ്ങ് എന്നെ എങ്ങനെ എടുത്താൽ മതി എന്നുകൂടി പറയുന്നു. ഗൃഹേ തവ ദാസവത് മാം ഗൃഹീതും ഭവാൻ അദ്യകൃപാം കരോതു, എന്നെ അങ്ങയുടെ ഭൃത്യനായി, ഒരു സേവകനായി എടുക്കുവാൻ, സ്വീകരിക്കുവാൻ അങ്ങേക്ക് ദയവുണ്ടാകണം എന്ന്. നോക്കൂ, അയാൾ
തുടർന്ന് പറയുന്നു, ഗൃഹേ ഭവാനദ്യ കൃപാം കരോതു തം അർത്ഥയിഷ്യേ പിതരം യഥാഹം യഥാഹം തം പിതരം അർത്ഥയിഷ്യേ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പിതാവിനോട് അർത്ഥിക്കുവാൻ, യാചിക്കുവാൻ പോകുന്നത്, ആവശ്യപ്പെടുവാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു റിഹേഴ്സൽ തന്നെയാണല്ലോ. ഇത് തന്നെയാണ് അയാൾ വീട്ടിൽ ചെന്നിട്ട് പിതാവിനോട് പറയാൻ പോകുന്നതും. അവിടെ എന്നെ ഒരു സേവകനായി എടുക്കണമെന്ന് പറയാൻ പോകുന്ന ആ ഒരു ക്ഷണം, ആ സേവക പദം അയാളുടെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പേ പിതാവ് തടുക്കുന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ട് ഇതിന്. നമ്മളതിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മളത് ചർച്ചയ്ക്ക് വിധേയമാക്കും. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.